കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽപ്പെട്ട ചാലിയാർ തീരത്തെ വനഭൂമി പ്രയോജനപ്പെടുത്തി പുതിയ ടൂറിസം പദ്ധതിക്ക് വഴിതെളിയുന്നു. ഇതിന്റെ ഭാഗമായി വനം വകുപ്പ് പീടികപ്പാറ സെക്ഷൻ ഓഫീസർ കെ സജികുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥല പരിശോധന നടത്തി. വാർഡ് മെമ്പർ എസ് നാസർ ഒരാഴ്ച മുമ്പ് DFOയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽപ്പെട്ട ചാലിയാർ തീരത്തെ വനഭൂമി പ്രയോജനപ്പെടുത്തി പുതിയ ടൂറിസം പദ്ധതിക്കാണ് വഴിതെളിയുന്നത്. ചെറുവാടിക്കടവിൽ ചാലിയാറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരേക്കറോളം വനഭൂമിയും സമീപത്തെ പുറമ്പോക്ക് ഭൂമിയും പ്രയോജനപ്പെടുത്തിയാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി വനം വകുപ്പ് പീടികപ്പാറ സെക്ഷൻ ഓഫീസർ കെ സജികുമാർ, ഉദ്യോഗസ്ഥരായ ടി ബിനോയ്, ഇ എഡിസൺ, കെ ബിനീത് എന്നിവർ സ്ഥല പരിശോധന നടത്തി. വാർഡ് മെമ്പർ എസ് നാസർ ഒരാഴ്ച മുമ്പ് DFOയുമായി വിഷയം സംസാരിക്കുകയും DFO സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സെക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. വയോജനങ്ങൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ പ്രയോജനപ്രദമായ ഒരു പാർക്കാണ് ഉദ്ദേശിക്കുന്നതെന്ന് എസ് നാസർ പറഞ്ഞു. നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മളെ വാർഡിൽ വർഷങ്ങളായിട്ട് നമ്മളൊക്കെ കുറേ മുമ്പ് ഒരു 92 സെൻറ്റ് സ്ഥലം ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഇതിൽ കാറ്റാടി വെച്ച് പിടിപ്പിച്ചത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഈ പരിസരവാസികളും എല്ലാവരും കാറ്റാടിയൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഇതിപ്പോൾ വലിയൊരു വനം ആയി മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ പല സാമൂഹ്യ വിരുദ്ധരെ പല സമയങ്ങളിലായി വന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വന്യജീവി, കുരങ്ങൻ, ഇതൊക്കെ ഇവിടെ എത്തി പല ശല്യങ്ങളും പരിസരവാസികൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തോ ജനങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഉപകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തുടങ്ങാമെന്നില്ല നമ്മളൊരാശയം വന്നു. DFOനെ കണ്ടു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശിച്ചു. അന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് അതിനെ കാണുകയും ഇന്ന് തന്നെ റേഞ്ച് ഓഫീസറോട് അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ അവിടുത്തെ സാധ്യതകളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഇന്ന് വിട്ടതാണ്. സ്ഥലം പരിശോധിച്ചതായും റിപ്പോർട്ട് 2 ദിവസത്തിനകം DFOയ്ക്ക് കൈമാറുമെന്നും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ സജികുമാറും പറഞ്ഞു. സ്ഥലം സർവേ നടത്തി തിട്ടപ്പെടുത്തേണ്ടതുണ്ടെന്നും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് മേലുദ്യോഗസ്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ ദിവസം DFO വിളിച്ചിരുന്നു. ഇവിടുത്തെ വാർഡ് മെമ്പർ വിളിച്ചിരുന്നു. ഇവിടെ ഒരു ചെറിയ ഒരു ഭൂമിയുണ്ട്, കാടായി കിടക്കുന്നുണ്ട്, അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് DFOനെ വിളിച്ചത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ആ ഭൂമിയുടെ കിടപ്പ് എന്തെന്നാണെന്ന് നിങ്ങൾ പോയി പരിശോധിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് റിപ്പോർട്ട് തരണം. റിപ്പോർട്ട് തന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്നുള്ള കാര്യത്തിലാണ് സാർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ വന്ന് ആ സർവേ ചെയ്യണം. പക്ഷേ ഇന്ന് ഇപ്പോൾ ഇവിടെ വന്നതും ആ ജണ്ടയുടെ അളവെടുത്തതും ഇത്ര പഞ്ചായത്ത് വാർഡ് മെമ്പറൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചതും അതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്നു, ഇവിടെ കണ്ടു. നമ്മൾ ഇതിൻ്റെ ഭൂമിയുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് നമ്മൾ DFOക്ക് റേഞ്ച് ഓഫീസർക്ക് ലെറ്ററാക്കി കൊടുക്കും. ഇവർ പറഞ്ഞ മാതിരി സാധ്യത എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ മേലും ഉദ്യോഗസ്ഥന്മാരാണ് തീരുമാനിക്കേണ്ടത്. ഞാനിപ്പോൾ ഈ ഭൂമിയുടെ കിടപ്പ് എന്താണെന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ പരിശോധന റിപ്പോർട്ട് ഞാൻ ഇന്നില്ലേ നാളെ ഞാൻ സമർപ്പിക്കും. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകും പദ്ധതിയെന്നും ഗ്രാമപഞ്ചായത്തിന് കൂടി വരുമാനം ലഭ്യമാവുന്ന പദ്ധതിയാണ് ആലോചിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് അധികൃതർക്ക് ഉടൻ രേഖാമൂലം കത്തയക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത പറഞ്ഞു. പ്രകൃതി സൗഹൃദ പദ്ധതിയാണ് ലക്ഷ്യമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ ചെറുവാടി കടവ് കഴിഞ്ഞ പ്രാവശ്യം അറിയാം, നമ്മൾ വലിയ തോതിൽ എല്ലാ പ്രാവശ്യവും ജലോത്സവങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പം നമുക്ക് അതൊരു ചെറിയൊരു ഈ ഒരു ഗ്രാമത്തിൻ്റെ മാത്രം ഉത്സവം ആക്കാതെ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടിട്ടുള്ള വലിയൊരു ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ടൂറിസം പദ്ധതിയായിട്ടൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായതുകൊണ്ട് അവരുടെ കൂടെ അനുമതി കിട്ടിയിട്ട് ഇവിടെ ഒരു ടൂറിസം മേഖലയായിട്ട് പ്രഖ്യാപിക്കുക. അതന്നെ പരിസ്ഥിതിക്കും പ്രകൃതിക്കൊന്നും ദോഷം വരാത്ത രീതിയിൽ എങ്ങനെയൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇവരോട് സംസാരിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ റേഞ്ച് ഓഫീസറൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് അവർക്ക് നമ്മളൊരു ലെറ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ നീങ്ങുന്നതാണ്. ഞങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോവും. നിലവിൽ വർഷത്തിലൊരിക്കൽ ചാലിയാർ ജലോത്സവം നടക്കുന്ന പ്രദേശത്ത് ഈ സമയത്ത് മാത്രം ആയിരക്കണക്കിന് ആളുകളാണ് എത്തിപ്പെടാറുള്ളത്. രാവിലെയും വൈകുന്നേരവും ചാലിയാറിൻ്റെ മനോഹാരിത കാണാനും നിരവധി പേർ നിത്യവും എത്താറുണ്ട്. ഈ സാധ്യതയെല്ലാം മുന്നിൽ കണ്ടാണ് വലിയ ടൂറിസം പദ്ധതിക്ക് ശ്രമം നടക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ പ്രദേശത്തിൻ്റെ സമഗ്ര വികസനത്തിനൊപ്പം പ്രദേശത്തെ സാമൂഹ്യവിരുദ്ധ ശല്യത്തിനും ഒരു പരിധിവരെ പരിഹാരമാവും. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത, നാട്ടുകാരനും ജില്ലാ പഞ്ചായത്ത് താമരശ്ശേരി ഡിവിഷൻ മെമ്പറുമായ PG മുഹമ്മദ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജാ ടോം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കസ്ന ഹമീദ്, പഞ്ചായത്ത് അംഗങ്ങളായ SA നാസർ, TP ഷർഫുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മജീദ് മൂലത്ത്, പഞ്ചായത്ത് സെക്രട്ടറി OA അൻസു എന്നിവരും സന്നിഹിതരായിരുന്നു.
ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.